الحمد لله الذي خلق السماوات والأرض وجعل الظلمات والنور. نحمد الله ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله الذي بلغ الرسالة وأدى الأمانة ونصح على هذه الأمة وجاهد في الله حق جهاده حتى أتانا اليقين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوان والأخوات، أوصيكم ونفسي أولا بتقوى الله. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. سبحانك اللهم لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. صدق الله العلي العظيم. ബഹുമാനരായ സഹോദരി സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, ആജ്ഞാനിരോധങ്ങൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് തഖ്വയുടെ അടിത്തറയിൽ ജീവിത ഇടപാടുകളെ മുഴുവനും ക്രമീകരിച്ച് മുന്നോട്ട് പോകാൻ അതീവ ജാഗ്രതയോടുകൂടി ശ്രമിക്കണമെന്നും എന്നെയും നിങ്ങളെ ഇവരെയും ഓർമ്മിപ്പിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. കരുണാവാരിധിയായ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്ത ജീവിതത്തിന്റെ ഉടമകളായി അവസാന ശ്വാസം വരെയും നിലനിന്നു പോകാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തഖ്വയോടുകൂടിയുള്ള ജീവിതം കൊണ്ട് നമുക്ക് പരലോകത്ത് രക്ഷപ്പെടാൻ മാത്രമല്ല ദുനിയാവ് മെച്ചപ്പെടുകയുമുള്ളൂ എന്ന് മനസ്സിലാക്കുന്നവരാണ് സത്യവിശ്വാസികളെന്ന നിലക്ക് നമ്മളൊക്കെ. അങ്ങനെ തഖ്വയാൽ സമ്പന്നമായ ഒരു ജീവിതം നയിക്കുന്നിടത്ത് അത് കേവലം നമ്മുടെ ആരാധന ജീവിതത്തിൽ മാത്രം പരിമിതപ്പെടുത്താൻ കഴിയില്ല എന്നും മനുഷ്യ ജീവിതം കടന്നു പോകുന്ന ഇടങ്ങളിലൊക്കെയും ഈ തഖ്വക്ക് അതിൻ്റെതായ താല്പര്യങ്ങളുണ്ട് എന്നും പരിശുദ്ധ ഖുർആൻ ഒരാവർത്തി നമ്മൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ എളുപ്പം സാധിക്കുന്നതാണ്. ജീവിതം തഖ്വ കൊണ്ട് പൊതിയുന്ന ഒരവസ്ഥ നമ്മുടെ നാക്കും നോക്കും നമ്മുടെ ഇടപാടുകളിലും എല്ലാത്തിലും തഖ്വക്ക് അതിൻ്റെതായ താല്പര്യമുണ്ട്. വിശ്വാസികളുടെ ജീവിതവുമായി വേർപ്പെടുത്താൻ കഴിയാത്ത ഒന്നാണ് തഖ്വ എന്ന് പറയുന്നത്. ഞാനിവിടെ ഈ ഖുതുബയുടെ മുഖദ്ദിമയിൽ സൂറത്തുൽ അഹ്സാബിലെ അവസാന ഭാഗത്തു നിന്നുള്ള ഒരായത്താണ് പാരായണം ചെയ്തത്. നമ്മളൊക്കെ പതിവായി
കേൾക്കാറുള്ള ഒരായത്താണ്. തഖ്വയുടെ ഒരു ഗൗരവപ്പെട്ട ഒരു വശത്തെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലാഹുവിലും പരലോകത്തിലും വിശ്വാസമുള്ള വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പടച്ചവന്റെ പ്രീതിയും പരലോക വിജയവും മുഖ്യ ലക്ഷ്യമായി സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അവഗണിക്കപ്പെട്ടു പോകാറുള്ളതും അതേസമയം വളരെ ഗൗരവത്തോടുകൂടി വളരെ ജാഗ്രതയോടുകൂടി പരിഗണിക്കേണ്ടതുമായ ഒരു സംഗതിയാണ് അള്ളാഹു ആ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. പല സദസ്സുകളിലും നമ്മൾ കേൾക്കാറുള്ളതാണ്. പക്ഷേ ധാരാളമായി നമ്മൾ അവഗണിക്കപ്പെട്ടു പോരുന്നതുമായ ഈ ഗൗരവപ്പെട്ട വിഷയം പരിശുദ്ധ ഖുർആൻ ഒരു മുന്നറിയിപ്പായിട്ടാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. അങ്ങനെ ഒരു മുന്നറിയിപ്പായി നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോഴും അതിനോടൊപ്പം അല്ലാഹു ഒരു വലിയ സന്തോഷ വാർത്തയും അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചിട്ടുള്ള വിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, നിങ്ങൾ മുത്തഖീങ്ങളായി തീരണം. പടച്ച റബ്ബ് നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും നിങ്ങൾ നടപ്പിലാക്കണം. അല്ലാഹു നിങ്ങളോട് വിരോധിച്ച കാര്യങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ വിട്ടകന്ന് നിൽക്കണം. വഖൂലു ഖൗലൻ സദീദ, നിങ്ങൾ സദീദായ രീതിയിൽ സംസാരിക്കണം. യുസ്ലിഹു ലക്കും അഅമാലക്കും, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അമലുകൾ അല്ലാഹു നിങ്ങൾക്ക് നന്നാക്കി തരും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരും. പടച്ച റബ്ബിങ്കൽ നിന്നുള്ള മഗ്ഫിറത്തിനെ സംബന്ധിച്ചുള്ള സന്തോഷ വാർത്തയാണ്. വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അദീമ, ആരെങ്കിലും അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയും അനുസരിക്കുന്നുവെങ്കിൽ ഫഖദ് ഫാസ ഫൗസൻ അദീമ, അവർ വമ്പിച്ച വിജയമാണ് വരിക്കുന്നത്. ഒരു മുഖ്യമായ കാര്യം അല്ലാഹു ഈ ആയത്തിൽ വളരെ ഗൗരവത്തോടു കൂടി നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് ഖൂലു ഖൗലൻ സദീദ എന്നതാണ്. ഖൂലു ഖൗലൻ സദീദ, നിങ്ങൾ സദീദായ വാക്കുകൾ ഉച്ചരിക്കണം. നിങ്ങളുടെ വർത്തമാനം സദീദായി തീരണം. അതിനു മുമ്പ് പറഞ്ഞതും ശേഷം പറയുന്നതും ഇതിനെ ബലപ്പെടുത്താൻ വേണ്ടിയാണ് പറയുന്നത്. ഇതിന്റെ മുന്നോടിയായി പറയുന്നത് ഇത്തഖുല്ലാഹ് എന്നാണ്. നിങ്ങൾ തഖ്വയുള്ളവരാകണം എന്നതാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിജയത്തിന്റെ അടിസ്ഥാനം തഖ്വയാണ്. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം. പടച്ചവനെ ഭയപ്പെട്ടുകൊണ്ട് നിങ്ങൾ ജീവിക്കണം. ആ അല്ലാഹുവിനോടുള്ള ഭയപ്പാടിന്റെ, പടച്ചവനോടുള്ള സൂക്ഷ്മതയുടെ അനിവാര്യമായ തേട്ടമാണ് വഖൂലു ഖൗലൻ സദീദ, നിങ്ങൾ നല്ല വാക്കുകൾ പറയണം, നിങ്ങളുടെ സംസാരം നന്നാക്കണം എന്നത് തഖ്വയുടെ താല്പര്യമാണ്. ഞാൻ ആരംഭത്തിൽ പറഞ്ഞല്ലോ, തഖ്വ എന്ന് പറയുന്നത് കേവലം ആരാധനാ ജീവിതത്തിലോ വേഷഭൂഷാദികളിലോ അല്ല. തഖ്വയുടെ താല്പര്യം അതിൽ പരിമിതമല്ല. തഖ്വയുടെ താല്പര്യം ജീവിതത്തിലുടനീളം പാലിക്കാൻ സാധിക്കണം. അതിൽ വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയമായിക്കൊണ്ട് ഖുർആൻ പറയുകയാണ് വഖൂലു ഖൗലൻ സദീദ, നിങ്ങളുടെ സംസാരം നിങ്ങൾ നന്നാക്കണം. അങ്ങനെ നല്ല വർത്തമാനം പറയുന്നവരായി തീർന്നാൽ എന്താണ് അതിന്റെ ലാഭം എന്ന് ചോദിച്ചാൽ യുസ്ലിഹു ലക്കും അഅമാലക്കും, ഒന്നാമത്തെ ലാഭം അതാണ്. നിങ്ങളുടെ അമലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നന്നാക്കി തരും. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മികച്ചതാക്കി തരും. എന്ന് മാത്രമല്ല, അമലു സ്വാലിഹാത്തുകൾ വർദ്ധിപ്പിക്കുവാനുള്ള, ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യുവാനുള്ള അവസരങ്ങളും സന്ദർഭങ്ങളും അല്ലാഹു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നൽകും. അമലു സ്വാലിഹാത്തുകൾ ചെയ്യാനുള്ള അവസരം ഉണ്ടാവുക എന്നത് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ഭാഗ്യമാണ്. മഹാന്മാരായ അംബിയ മുർസലിങ്ങൾ പോലും അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു വാങ്ങിയിരുന്ന കാര്യമാണ്. അല്ലെ, മഹാനായ സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥന പരിശുദ്ധ ഖുർആനിൽ കേൾക്കുന്നുണ്ടല്ലോ. റബ്ബി ഔസിബനി അൻ അഷ്കുറ നിഅമതി അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സ്വാലിഹൻ തർള വഅൻ അഅമല സ്വാലിഹൻ തർള, പടച്ചവനെ നീ തൃപ്തിപ്പെടുന്ന അമലുകൾ ചെയ്യാൻ എനിക്ക് നീ പ്രാപ്തി നൽകണം. അമലു സ്വാലിഹാത്തുകൾ ചെയ്യാനുള്ള അവസരം ധാരാളമായി നൽകണം എന്ന് പ്രവാചകൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോ
അമലുകൾ നിങ്ങൾക്ക് നന്നാക്കി തരും, സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ ധാരാളം നൽകും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പുറത്തു തരും. അല്ലാഹുവിൽ നിന്ന് അവനിൽ നിന്നുള്ള മഗ്ഫിറത്തിനെ കുറിച്ചുള്ള സന്തോഷ വാർത്ത നൽകുകയാണ്. ഇത് പറഞ്ഞിട്ട് ഈ നിർദ്ദേശം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു ഉപദേശമായി അല്ലാഹു നൽകിയതല്ല എന്നാണ് തുടർന്ന് പറയുന്നത്. കാരണം വമൻ യുതിഇല്ലാഹ വറസൂലഹു, ഇത് അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയും അനുസരിക്കുന്നതിന്റെ ഭാഗമാണ്. ഖൂലു ഖൗലൻ സദീദ, അഥവാ നല്ല വർത്തമാനം പറയുക എന്നത്, സംസാരം നന്നാക്കുക എന്ന് പറയുന്നത് പടച്ചവനെയും പ്രവാചകനെയും അനുസരിക്കുന്നതിന്റെ അനിവാര്യമായ താല്പര്യമാണ്. ഞങ്ങൾ ഏക ഇലാഹായ അല്ലാഹുവിനെയും അവന്റെ ദൂതനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുസരിക്കുന്നവരാണ് എന്നതാണ് നമ്മുടെ ഷഹാദത്ത് പ്രഖ്യാപനത്തിന്റെ താല്പര്യമെങ്കിൽ, പ്രിയമുള്ളവരെ, ആ ഷഹാദത്തിന്റെ അനിവാര്യ തേട്ടമാണിത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെങ്കിൽ, പടച്ചവനോടുള്ള തഖ്വയുടെ അടിത്തറയിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ സംസാരത്തെ നന്നാക്കി തീർത്ത് നല്ല വർത്തമാനങ്ങൾ പറയുന്നവരായി നിങ്ങൾ മാറുകയാണെങ്കിൽ, അങ്ങനെ അല്ലാഹുവിനെയും പ്രവാചകനെയും അനുസരിക്കുന്നവരായി തീരുകയാണെങ്കിൽ, ഫഖദ് ഫാസ ഫൗസൻ അദീമ, അവർ തന്നെയാണ് വമ്പിച്ച വിജയം വരിക്കുന്നവർ എന്ന് ആയത്തിനെ അവസാനിപ്പിച്ചുകൊണ്ട് അല്ലാഹു പറയുകയാണ്. ഈ വമ്പിച്ച വിജയം വരിക്കുന്നതിനുള്ള ഉപാധിയായിക്കൊണ്ട് അല്ലാഹു ഒരൊറ്റ കാര്യമാണ് പറയുന്നത്, ഖൗലൻ സദീദ്, നല്ല വർത്തമാനം പറയുക, നിങ്ങളുടെ സംസാരം നന്നാക്കുക എന്നതാണ്. എന്താണ് ഈ ഖൗലൻ സദീദ് എന്ന് പറയുമ്പോൾ? മഹാന്മാരായ മുഫസ്സിറുകൾ അതിന് പല വ്യാഖ്യാനങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ ഖൗലൻ സദീദ്, സദീദായ വർത്തമാനം എന്നതിന് അതിലൊരു വ്യാഖ്യാനം നമ്മുടെ വർത്തമാനം മർളിയല്ലില്ല എന്നതാണ്. പടച്ചവന് തൃപ്തിപ്പെട്ടതായിരിക്കണം നമ്മുടെ വർത്തമാനം, നമ്മുടെ സംസാരം അല്ലാഹുവിന് തൃപ്തികരമായിരിക്കണം. മറ്റൊരു വ്യാഖ്യാനം ഹക്കൻ ഗൈറ ബാത്തിൽ എന്നതാണ്. എന്ന് പറഞ്ഞാൽ സത്യമല്ലാത്തതൊന്നും നമ്മുടെ നാവിൽ നിന്നും പുറത്തു വരാൻ പാടില്ല എന്നതാണ്. ഒരു മനുഷ്യന്റെ വ്യക്തിത്വത്തെ പ്രതിനിധാനം ചെയ്യുന്നിടത്ത് അയാളുടെ സംസാരം വലിയ പങ്കുവഹിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു മനുഷ്യന്റെ പേഴ്സണാലിറ്റിയെ റെപ്രസെന്റ് ചെയ്യുന്നിടത്ത് അയാളുടെ സംസാരത്തിന് വലിയ പങ്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്റെയും നിങ്ങളുടെയും ഒക്കെ കാര്യം അങ്ങനെ തന്നെയാണ്. നമ്മുടെ ഒരു പേഴ്സണാലിറ്റി ഉണ്ടല്ലോ, ആ പേഴ്സണാലിറ്റിയിൽ നമ്മുടെ സംസാരത്തിന് വലിയ പങ്കുണ്ട്. മനുഷ്യൻ എന്ന് പറയുന്നത് തന്നെ അതിന്റെ നിർവചനം നൽകപ്പെട്ടിട്ടുള്ളത് ഹയവാനു നാത്തിഖ് എന്നതാണ്, സംസാരിക്കുന്ന ജീവി എന്നതാണ്. ഇതര ജന്തുജീവജാലങ്ങളിൽ നിന്നും മനുഷ്യനെ വേർതിരിക്കുന്ന ഒരു പോയിന്റും അതാണ്. ഒരു അറബി കവിതയിൽ മനുഷ്യനെ കുറിച്ച് പറയുന്നത് അവന്റെ പകുതിയും സംസാരമാണെന്നാണ്. ലിസാനുൽ ഫത്താ നിസ്ഫുൻ വ നിസ്ഫുഹു ഫുവാദു, ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അതിന്റെ പകുതി അയാളുടെ സംസാരമാണ്, ബാക്കി പകുതി അയാളുടെ ബുദ്ധിയാണ്. പിന്നെ വല്ലതും ബാക്കിയുണ്ടെങ്കിൽ വലയ്യബഖഇല്ല സൂറത്തുൽ ലഹ്മി വദ്ദമി, പിന്നെ വല്ലതും ബാക്കിയുണ്ടെങ്കിൽ കുറച്ച് മാംസവും കുറച്ച് രക്തവും മാത്രമാണ് എന്ന്. ഇനി പരിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, ഒരു മനുഷ്യന്റെ ഐഹികവും പാരത്രികവുമായ വിജയത്തിലേക്ക് ഒരു മനുഷ്യനെ നയിക്കുന്നതിൽ അവന്റെ സംസാരം വലിയ പങ്ക് വഹിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതേപോലെ തന്നെ മനുഷ്യ സമൂഹത്തെ തകർച്ചയിലേക്കും നാശത്തിലേക്കും പരാജയത്തിലേക്കും നയിക്കുന്നതിലും വലിയ പങ്കാണ് സംസാരത്തിനുള്ളത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ലോകത്തെ നന്മയിലേക്കും സത്യത്തിലേക്കും നയിക്കുന്ന ഒരു സംഘത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞല്ലോ, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു സുമ്മസ്തഖാമു എന്ന് തുടങ്ങിയിട്ട്, ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണ് എന്ന് പ്രഖ്യാപിച്ചവർ. പ്രഖ്യാപനം നാവിലൂടെയാണ് വരുന്നത്. അതിനുശേഷം അല്ല പറയുന്നത് വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ് വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, പടച്ചവനിലേക്ക് അവന്റെ അടിയാറുകളെ വിളിച്ചവനേക്കാൾ നല്ല വാക്ക് പറഞ്ഞവൻ ലോകത്ത് മറ്റാരുണ്ട്? എന്നിട്ട് അവൻ ഉച്ചരിക്കുന്നുണ്ട് വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളിൽപ്പെട്ടവനാണ് എന്ന് ആത്മാഭിമാനത്തോടു കൂടി പറയുന്നവനേക്കാളും നല്ല വാക്കുച്ചരിച്ചവൻ ആരുണ്ട് എന്ന് ഖുർആൻ ചോദിക്കുകയാണ്. അഥവാ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിൽ അവൻ നിർവഹിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യമായി, അവൻ ഉച്ചരിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല വർത്തമാനമായി, പടച്ചവനിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലാർഹമായ കാര്യമായി പരിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നത് വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ് എന്നതാണ്. അല്ലാഹുവിലേക്ക് അവന്റെ അടിയാറുകളെ അടുപ്പിക്കാൻ വേണ്ടി,
തന്റെ കൗലിനെ, തന്റെ വർത്തമാനത്തെ പ്രയോജനപ്പെടുത്തുന്നവൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് തന്റെ സംസാരം കൊണ്ട് പ്രാപിക്കാൻ കഴിയുന്ന ഉയർന്ന പദവിയെ കുറിച്ചാണ് പറയുന്നത്. മഹാന്മാരായ പ്രവാചകന്മാരൊക്കെ ആ പദവി അലങ്കരിച്ചവരാണ്. അള്ളാഹുവിലേക്ക് വിളിക്കുന്നവർ, പടച്ചവനിലേക്ക് അവന്റെ അടിയാറുകളെ അടുപ്പിക്കാൻ ശ്രമിക്കുന്നവർ, അതിനുവേണ്ടി തങ്ങളുടെ സംസാരത്തെ പ്രയോജനപ്പെടുത്തിയവർ, അംബിയ മുർസലുകൾ ആ കാഫിലയിലെ ആദ്യ കണ്ണികളാണ്. ഒരു മനുഷ്യന് പ്രാപിക്കാൻ കഴിയുന്ന, എത്തിച്ചേരാൻ കഴിയുന്ന ഉയർന്ന പദവിയാണത്. അതുപോലെ തന്നെ മനുഷ്യനെ തിന്മയിലേക്ക്, അവന്റെ തകർച്ചയിലേക്കും നാശത്തിലേക്കും പരാജയത്തിലേക്കും തള്ളിവിടുന്നതിനും ഇതേ സംസാരം വലിയ പങ്കുവഹിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ചരിത്രത്തിൽ നമുക്ക് കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ധിക്കരിച്ചുകൊണ്ട്, പടച്ചവന്റെ കൽപ്പനയെ ലംഘിച്ചുകൊണ്ട് ഇബ്ലീസ് ചെയ്ത കാര്യത്തെക്കുറിച്ച്, ഇബ്ലീസിൽ നിന്ന് വന്ന സംഗതിയെ പറ്റി ഖുർആൻ പറയുന്നത് ഖാല, അവൻ പറഞ്ഞു എന്നാണ്. എപ്പോ പറഞ്ഞു? ആദമിന് സുജൂദ് ചെയ്യാൻ ആവശ്യപ്പെട്ടപ്പോ ഖാല അന ഖൈറും മിൻഹു, ഇബ്ലീസ് പറഞ്ഞു ഞാൻ അവനേക്കാൾ ശ്രേഷ്ഠനാണ്. ഖലഖതനി മിൻ നാരിൻ വ ഖലഖതഹു മിൻ തീൻ, നീ എന്നെ സൃഷ്ടിച്ചത് തീയിൽ നിന്നാണ്, അവനെ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ്. അപ്പൊ ആദമിന് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോ ഇബ്ലീസിന്റെ പ്രതികരണമാണ്, ഈ അഹങ്കാരത്തിന്റെ വാക്കുകളാണ്, ഈ സംസാരമാണ് ഇബ്ലീസിനെ സ്വർഗത്തിൽ നിന്നും പുറത്താക്കിയത്. പടച്ചവനിൽ നിന്ന് നിന്ദ്യതക്കും കോപത്തിനും അവൻ അർഹനായി തീർന്നത് ഈ സംസാരമായിരുന്നു. അഥവാ സംസാരം കൊണ്ട് ഒരു പടച്ചവന്റെ അടുത്ത് ഏറ്റവും ഉയർന്ന സ്ഥാനത്തിന് അർഹനായി തീരുവാനും അല്ലാഹുവിൽ നിന്നുള്ള നിന്ദ്യതക്ക് പാത്രമായി തീരുവാനും സംസാരം കൊണ്ട് സാധിക്കുമെന്നതാണ്. അഥവാ നേരത്തെ പറഞ്ഞ ഒരു സംസാരത്തിന്റെ ഗതി ഫരിയഖും ഇലൽ ജന്ന, സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന സംസാരമാണ്. മറ്റൊരു സംസാരത്തിന്റെ ഗതി ഫരിയഖുൻ ഇല സഗീർ, നാശത്തിലേക്ക്, നരകത്തിലേക്ക് അടുപ്പിക്കുന്ന സംസാരമാണ്. ഒരു മനുഷ്യന്റെ വിജയ പരാജയങ്ങൾ നിർണയിക്കുന്നിടത്ത് വലിയ പങ്കാണ് അവൻ ഉച്ചരിക്കുന്ന വാക്കുകൾക്കുള്ളത് എന്നാണ് ദീനുൽ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നല്ല വാക്ക് ഉച്ചരിക്കുക എന്നത് ഒരു മനുഷ്യന്റെ ഈമാനിന്റെ അടയാളമാണ്. അള്ളാഹുവിലും അന്ത്യദിനത്തിലും ഒരുമിച്ചുള്ള ഒരു മനുഷ്യന്റെ വിശ്വാസത്തിന്റെ താല്പര്യമാണ്. അല്ലേ? അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, നിങ്ങൾക്ക് പടച്ചവനിലും പരലോകത്തിലും വിശ്വാസമുണ്ടെങ്കിൽ, അള്ളാഹുവിലും അന്ത്യദിനത്തിലും നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്, നിങ്ങൾ നല്ലത് പറയട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ മിണ്ടാതിരിക്കട്ടെ. ഈമാൻ ഉണ്ടെങ്കിൽ അവർ നല്ലത് പറയട്ടെ, അതല്ലെങ്കിൽ അവർ മിണ്ടാതിരിക്കട്ടെ എന്നതാണ്. നല്ലത് എന്താണെന്ന് ഖുർആൻ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. എന്താണ് നല്ലത് പറയുക എന്ന് പറഞ്ഞാൽ, ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും ലാ ഇല്ലാ മൻ അമറ ബിസദഖ ഔ മഅറൂഫ് ഔ ഇസ്ലാഹി ബൈനൻ നാസ്, ആളുകളുടെ വർത്തമാനങ്ങളിൽ അധികവും ഒരു പ്രയോജനവും ഇല്ലാത്തതാണ്, ഒരു നന്മയും ഇല്ലാത്ത. ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും, മനുഷ്യർ പറഞ്ഞു കൂട്ടുന്ന വർത്തമാനങ്ങളുണ്ടല്ലോ, അതിലധികവും അതിൽ ഒരു നന്മയും ഇല്ലാത്തതുമാണ്. ഇല്ലാ മൻ അമറ ബിസദഖ, സത്യം പറയാൻ വേണ്ടി, സത്യമായത് ചെയ്യാൻ വേണ്ടി, ദാനധർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ വേണ്ടി കൽപ്പിക്കുന്ന സംസാരം ഒഴികെ, ഔ മഅറൂഫ്, അതല്ലെങ്കിൽ നന്മ ചെയ്യാൻ ഉപദേശിക്കുന്നത് ഒഴികെ, ഔ ഇസ്ലാഹി ബൈനൻ നാസ്, അതല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ സംസ്കരണത്തിന് വേണ്ടി സംസാരിക്കുന്ന, അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കുന്ന സംസാരങ്ങൾ ഒഴികെ, അതല്ലാത്ത വർത്തമാനങ്ങളിൽ അധികവും ഒരു പ്രയോജനവും ഇല്ലാത്തതാണ്, ഒരു നന്മയും ഇല്ലാത്തതാണെന്ന് ഖുർആൻ. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി റിപ്പോർട്ട് ചെയ്ത വളരെ പ്രഗൽഭമായ ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ, മൻ യദ്മനു ലി മാ ബൈന ലഹിയഹി വമാ ബൈന റിജ്ലൈഹി അദ്മനു ലഹുൽ ജന്ന. റസൂലുള്ളാഹിന്റെ ഗ്യാരണ്ടിയാണ്, പ്രവാചകൻ ഗ്യാരണ്ടി നിൽക്കുകയാണ്. എന്താണ്? മനുഷ്യൻ തങ്ങളുടെ താടിയെല്ലുകൾക്കിടയിലുള്ള ഒരു അവയവത്തെയും തന്റെ തുടയെല്ലുകൾക്കിടയിലുള്ള മറ്റൊരു അവയവത്തെയും സംബന്ധിച്ച് എനിക്ക് ഗ്യാരണ്ടി നൽകുകയാണെങ്കിൽ അവർക്ക്, അല്ലെങ്കിൽ ഈ രണ്ട് അവയവങ്ങളെയും പടച്ചവൻ തൃപ്തികരമായ മാർഗത്തിൽ മാത്രമേ ഉപയോഗപ്പെടുത്തൂ എന്ന് മൻ അദ്മനലി, ആരെങ്കിലും എനിക്ക് ഗ്യാരണ്ടി നൽകുകയാണെങ്കിൽ അദ്മനു ലഹുൽ ജന്ന, അവർക്ക് സ്വർഗം നൽകാമെന്നത് എന്റെ ഭാഗത്ത് നിന്നുള്ള ഗ്യാരണ്ടിയാണ്. റസൂലുള്ള ഗ്യാരണ്ടി നൽകുകയാണ്. അപ്പോ അള്ളാഹുവിലും പരലോകത്തിലും അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് പ്രിയമുള്ളവരെ നമ്മളൊക്കെ എങ്കിൽ, സ്വർഗത്തിൽ കിടക്കണമെന്നും നരകത്തിൽ അകറ്റപ്പെടുമെന്നുള്ള ആഗ്രഹമാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നതെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ഗൗരവത്തോടു കൂടി നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ നമ്മുടെ നാവിന്റെ നിയന്ത്രണം നമ്മൾ പാലിച്ചേ മതിയാകൂ എന്നാണ് ഞാൻ പറയുന്നത്. അതിന് നമുക്ക് കഴിയണമെങ്കിൽ, നമ്മുടെയൊക്കെ സംസാരത്തെ നന്നാക്കി തീർക്കാൻ കഴിയണമെങ്കിൽ, നമ്മുടെ അമലുകൾ നമുക്ക് അള്ളാഹു നന്നാക്കി തരണമെങ്കിൽ, നമ്മുടെ പാപങ്ങൾ അള്ളാഹു നമുക്ക് പുറത്തു തരണമെങ്കിൽ,
എന്നല്ല, അള്ളാഹുവിനും പ്രവാചകനിലുള്ള അനുസരിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തണമെങ്കിൽ ഈ സംസാരം നന്നാക്കുക എന്നത് അതിന്റെ അനിവാര്യമായ ഉപാധിയായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അത് നമുക്ക് സാധ്യമായാൽ ഫഖദ് ഫാസ ഫൗസൻ അദീമ, വമ്പിച്ച മഹാവിജയികളിൽ ഉൾപ്പെടാൻ അത് നമ്മെ സഹായിക്കും എന്ന് ആ ആയത്തെ അവസാനിപ്പിച്ചുകൊണ്ടെന്ന് പറയുകയാണ്. ഒരൊറ്റ ആയത്തിലാണ് ഇത്രയും വാഗ്ദാനങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നിരത്തിയിരിക്കുന്നത്. യുസ്ലിഹു ലക്കും അഅമാലക്കും, അമലുകൾ അള്ളാഹു നന്നാക്കി തരും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, അള്ളാഹു നമ്മുടെ പാപങ്ങൾ നമുക്ക് പുറത്തു തരും. ഫഖദ് ഫാസ ഫൗസൻ അദീമ, വമ്പിച്ച വിജയം ഭരിക്കുന്ന മഹാവിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമുക്ക് അവസരം ലഭിക്കും. ഇതിനൊക്കെ കൂടി അള്ളാഹു വെക്കുന്ന മാനദണ്ഡം നിങ്ങളുടെ സംസാരം നിങ്ങൾ നന്നാക്കണം എന്നതാണ്. അപ്പൊ സ്വാഭാവികമായും നമ്മൾ ആഗ്രഹിക്കുന്നു, പടച്ചവൻ നമുക്ക് അമലുകൾ ചെയ്യാനുള്ള അവസരം നൽകണം, നമ്മുടെ പാപങ്ങൾ അല്ലാഹു മഗ്ഫിറത്ത് നൽകണം, നമുക്ക് വമ്പിച്ച വിജയം വരിക്കുന്ന വിജയികളിൽ നമ്മൾ ഉൾപ്പെടണമെങ്കിൽ ഈ സംസാരം സദീദാക്കാൻ എന്താണ് വഴി എന്ന് നമ്മൾ ആലോചിക്കണമല്ലോ. അതിന് സഹായകരമായ ചില കാര്യങ്ങൾ, ചില സംഗതികൾ മാത്രം സൂചിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിലും പ്രധാനപ്പെട്ട ഒന്ന്, നമ്മൾ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, നമ്മളൊരു കാര്യം പറയുന്നതിന് മുമ്പ് അതിനെ ഭരിക്കുന്നത് നമ്മളായിരിക്കും. അതായത് നമ്മൾ പറയാൻ പോകുന്ന കാര്യം പറയണോ വേണ്ടേ എന്ന് നമുക്ക് തീരുമാനിക്കാൻ കഴിയും. പക്ഷെ ഒരു കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലോ പിന്നെ ആ പറഞ്ഞ വാചകം അല്ലെങ്കിൽ ആ പറഞ്ഞ വർത്തമാനം നമ്മളെ ഭരിക്കും എന്ന് പറഞ്ഞാൽ, നീ എന്തിനാണ് അങ്ങനെ പറഞ്ഞത്, നീ അങ്ങനെ പറഞ്ഞത് കൊണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചത്, നിനക്കത് പറയാതിരിക്കാമായിരുന്നില്ലേ, ഇങ്ങനെ ഒരു 100 ചോദ്യങ്ങൾ നമ്മൾ ആ പറഞ്ഞ വർത്തമാനം നമ്മോട് തന്നെ തിരിച്ചു ചോദിച്ചു കൊണ്ടിരിക്കും എന്നതാണ്. ചിലപ്പോ അത് നമ്മുടെ സമാധാനം കെടുത്തും, നമ്മുടെ മനസ്സിനെ അത് അസ്വസ്ഥമാക്കും. പലപ്പോഴും ഉറക്കം നഷ്ടപ്പെടാൻ വരെ അത്തരം വർത്തമാനങ്ങൾ, ബുദ്ധിപരമായ നിയന്ത്രണമില്ലാതെ പറഞ്ഞു പോയ പല വർത്തമാനങ്ങളും കാരണമാക്കും എന്നതാണ്. അത്തരം അബദ്ധങ്ങളിൽ ചെന്ന് ചാടാതിരിക്കാൻ, നമ്മുടെ സംസാരം സദീദായി തന്നെ നിലനിർത്തുവാൻ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പറയുന്നതിനെ ബുദ്ധി ഉപയോഗിച്ചുള്ള നിയന്ത്രണം സാധിക്കണം എന്നതാണ്. നമ്മുടെ സംസാരത്തിന് മേൽ നമുക്ക് നമ്മുടെ ബുദ്ധിപരമായ ഒരു നിയന്ത്രണം സാധ്യമാകണം എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ, ഞാൻ എന്താണ് പറയുന്നത് എന്ന ധാരണ നമുക്ക് ഉണ്ടാകണം. എന്താണ് ഞാൻ പറയുന്നത് എന്നതിനെ കുറിച്ച് നല്ല ധാരണ നമുക്ക് ഉണ്ടാകണം. ചില ആളുകളൊക്കെ പറയാറുണ്ട്, ഞാൻ മനസ്സിൽ ഉദ്ദേശം തന്നെയാണോ പറഞ്ഞത് എന്ന് എനിക്കറിയില്ല എന്ന്. ഞാൻ മനസ്സിൽ ഉദ്ദേശം തന്നെയാണോ പറഞ്ഞത് എന്ന് എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ അയാളുടെ നാവിന്റെ മേൽ, അയാളുടെ സംസാരത്തിന്റെ മേൽ അയാൾക്ക് ഒരു നിയന്ത്രണവും ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം. നമ്മൾ പറയുന്നതിനെ കുറിച്ച് നല്ല ധാരണ നമുക്ക് ഉണ്ടാകണം. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഒരു പഴഞ്ചൊല്ലായിട്ട് തന്നെ പറയാറുണ്ട്, വാള് കൊണ്ടുള്ള മുറിവുകൾ കാലത്തിന് ഉണക്കാൻ സാധിക്കും. വാള് കൊണ്ടുള്ള മുറിവുകൾ കാലം ഉണക്കും, പക്ഷേ വായ കൊണ്ടുള്ള, വർത്തമാനം കൊണ്ടുള്ള മുറിവുകൾ പലപ്പോഴും മുറിവ് ഉണങ്ങാതെ തന്നെ നിലനിൽക്കും എന്ന് പറയാറുണ്ട്. പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന പല വഴക്കുകൾ എന്നല്ല, അയൽവാസികളും കുടുംബങ്ങളിലുമൊക്കെ നിലനിൽക്കുന്ന പതിറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന അകൽച്ചകളും പിണക്കങ്ങൾക്കും ഒക്കെ പലപ്പോഴും കാരണമായി തീരാറുള്ളത് നല്ലതല്ലാത്ത ചില വർത്തമാനങ്ങളായിരിക്കും. ഒരുപക്ഷെ അത് തലമുറകളോളം നീണ്ടു നിൽക്കുന്ന ശത്രുതയിലേക്കും വിദ്വേഷത്തിലേക്കും വരെ അത് നയിക്കുന്ന അനുഭവങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ പറയുന്നതിനെ സംബന്ധിച്ച് ബുദ്ധിപരമായ നിയന്ത്രണം ഉണ്ടാവുക എന്നതാണ്. രണ്ടാമത്തേത്, നമ്മളൊരു കാര്യം പറയുമ്പോൾ എന്താണ് ആ പറയുന്നതിന്റെ ലക്ഷ്യം എന്നുകൂടി നമ്മൾ ആലോചിക്കണം. ഒരു കാര്യം വളരെ സത്യമാണ്, യാഥാർത്ഥ്യമാണ്, ഉറപ്പായും ഉണ്ടായിട്ടുള്ളത് തന്നെയാണ്, എങ്കിൽ പോലും അത് പറയുന്നതിന്റെ ലക്ഷ്യം നന്നാകണം. ലോകത്തുള്ള എല്ലാ ശരികളും ഞാൻ തന്നെ പറഞ്ഞണം, അല്ലെങ്കിൽ ഞാൻ തന്നെ ഇങ്ങനെ വിളിച്ചു പറയണം എന്ന് നമ്മൾ വെക്കേണ്ടതില്ലല്ലോ. എന്റെ അയൽവീട്ടിൽ വഴക്ക് നടക്കുകയാണ്, എന്റെ അയൽവീട്ടിൽ വഴക്ക് നടക്കുകയാണ്, ഒരു അടിപിടി. പക്ഷെ എന്ന് വെച്ച് ഞാനത് ചെല്ലുന്നിടത്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ സത്യമായിട്ട് നമ്മൾ കണ്ടതായിരിക്കും, നമ്മൾ അനുഭവിച്ചതായിരിക്കും. പക്ഷെ എന്ന് വെച്ച് ഒരു സത്യമാണെന്ന് കരുതി നമ്മളത് പോകുന്നിടത്തൊക്കെ പറയേണ്ടതില്ലല്ലോ. അല്ലെങ്കിൽ ഒരു സുഹൃത്തിനെ സംബന്ധിച്ച് എനിക്കറിയാവുന്ന ഒരു കാര്യം, ഞാനത് എന്തിനാണ് പറയുന്നത്, ആ പറയുന്നതിന്റെ ലക്ഷ്യം എന്താണ്, അതവന്റെ അഭിമാനത്തെ വ്രണപ്പെടുത്തുമോ, അതാ പറയുന്നത് കൊണ്ട് അവനെന്തെങ്കിലും ഗുണമുണ്ടാകുമോ, അതല്ല അവനെ ഒന്ന് ഇരുത്തണം, അല്ലെങ്കിൽ അവനെ ഒന്ന് ശരിയാക്കണം, അവന്റെ മാന്യതയുടെ മൂടുപടമൊന്നും വരച്ച് തീർക്കണം, അല്ലെങ്കിൽ ഒന്ന് അറുത്തു മാറ്റണം. ഇങ്ങനെ ലക്ഷ്യം എന്തായിരിക്കും? നമ്മളൊരു സംസാരത്തിന്റെ ലക്ഷ്യം എന്താ? ആ ലക്ഷ്യം മർലിയല്ലില്ല, പടച്ചവന് തൃപ്തിയുള്ളതേ നമ്മൾ പറയാവൂ, അള്ളാഹ്ക്ക് പൊരുത്തമുള്ളതേ പറയാവൂ. മറ്റൊന്ന്, പറയേണ്ട സമയവും അവസരവും പരിഗണിക്കണം എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസാരത്തിൽ ഒരു ഔചിത്യബോധം പാലിക്കണം എന്നതാണ്. ഔചിത്യബോധമില്ലാത്ത വർത്തമാനം അപകടം വരുത്തും.
ആളുകളെ വെറുപ്പിക്കാൻ കാരണമായി തീരും. ഒരാൾ വളരെ അസ്വസ്ഥനായി ഇങ്ങനെ ധൃതിയിൽ പോവുകയാണ്. അയാളുടെ കുട്ടി വളരെ അത്യാസന്ന നിലയിലാണ്, അല്ലെങ്കിൽ അയാളുടെ വാപ്പാക്ക് സുഖമില്ലാതെ ആശുപത്രിയിലാണ്. ഇങ്ങനെ ഓരോരുത്തരുടെയും സമയങ്ങൾ പല വിധമായിരിക്കും, പല അവസ്ഥകളായിരിക്കും. പലരും പല മാനസികാവസ്ഥയിലായിരിക്കും കഴിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുക. ഇതൊന്നും പരിഗണിക്കാതെ നമ്മൾ അയാളോട് അത്യാവശ്യമില്ലാത്ത പല വർത്തമാനങ്ങൾക്കും വേണ്ടി അയാളുടെ സമയം ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ ഖൗലൻ സദീദിന്റെ പട്ടികയിൽ നിന്ന് പുറത്തു പോകും. മർലിയല്ലില്ല എന്ന തരത്തിൽ അത് വരികയില്ല, നമ്മൾ അറിയണം. അതുപോലെ തന്നെ നമ്മുടെ സംസാരങ്ങൾ പറയേണ്ടവരോട് പറയേണ്ട വിധമാകണം നമ്മുടെ വർത്തമാനങ്ങൾ. കുട്ടികളോട് സംസാരിക്കുന്നത് പോലെയല്ല ഉപ്പമാരോട്, പ്രായമുള്ളവരോട് സംസാരിക്കേണ്ടത്, അല്ലെ? കരീമ എന്ന് പറയുന്നത് മാതാപിതാക്കളോടുള്ള സംസാരത്തെ കുറിച്ച്. അപ്പൊ മാതാപിതാക്കളോട് പറയുന്നത്, ഇണകളോട് സംസാരിക്കുന്നത്, കുഞ്ഞിനോട് സംസാരിക്കുന്നത്, ഒരു രോഗിയോട് പറയുന്നത്, ഒരു പ്രബോധിതനോട് സംസാരിക്കുന്നത്, ഒരു ശത്രുവിനോട് സംസാരിക്കുന്നത്, ഇങ്ങനെ സംസാരിക്കുന്നത് ആരോടാണോ അതിനനുസരിച്ചായിരിക്കണം നമ്മുടെ പ്രയോഗങ്ങൾ, നമ്മുടെ സംസാരം വരേണ്ടത്. അഥവാ ഞാൻ ആരോടാണ് സംസാരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് നല്ല ധാരണ നമുക്കുണ്ടാകണം. മറ്റൊന്ന്, നിർബന്ധമായി നമ്മൾ പറയേണ്ട കാര്യമാണെങ്കിൽ പോലും പറയുന്ന ശൈലിയും സ്വഭാവവും ഒക്കെ വലിയ ഘടകമാണ് സംസാരം സജീദാക്കുന്നത്. അല്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ സംസാരം വിപരീത ഫലമാണ് ഉണ്ടാക്കുക. നമുക്കറിയാമല്ലോ, ചരിത്രത്തിൽ ക്രൂരനായ ഒരു ഭരണാധികാരിയുടെ മുന്നിലേക്ക് മൂസ അലൈഹി ഇസ്ലാമെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രബോധന ദൗത്യവുമായി പറഞ്ഞയക്കുമ്പോ ഫറോവ എത്രമാത്രം ക്രൂരനാണ് നമുക്കറിയാലോ. ചരിത്രത്തിൽ ക്രൂരതയുടെ പര്യായമായി അറിയപ്പെടുന്ന ആ ഫറോവയുടെ അടുത്തേക്ക് അള്ളാഹു മൂസ അലൈഹി ഇസ്ലാമിനെ അയക്കുമ്പോ അള്ളാഹു കൊടുക്കുന്ന നിർദ്ദേശം എന്താ? അവനോട് നീ സംസാരിക്കുമ്പോ വളരെ മൃദുവായി, വളരെ മയത്തിൽ വേണം സംസാരിക്കാൻ എന്ന് മൂസ അലൈഹി ഇസ്ലാമിനോട് പറയാണ്. ഞാൻ പറഞ്ഞത് ഇത്രയും കാര്യങ്ങൾ പരിഗണിക്കുന്നതോടൊപ്പം വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ ഓർക്കേണ്ട ഒരു സംഗതി, പരിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്ന ഒരു മുന്നറിയിപ്പുണ്ട് സംസാരവുമായി ബന്ധപ്പെട്ട്. ഞാനിവിടെ ഉരുവിടുന്ന ഏതൊരു വാക്കും അത് സദസ്സിലാകട്ടെ, സഹപ്രവർത്തകരോടാകട്ടെ, മറ്റാരും കേൾക്കില്ലെന്ന് ഉറപ്പുവരുത്തിയിട്ട് പാതിരാവിൽ പരമരഹസ്യമായി പ്രിയപ്പെട്ട പത്നിയുടെ കാതിൽ മൊഴിയുന്നതാകട്ടെ, അതൊക്കെയും പടച്ച റബ്ബിന്റെ രണ്ടാലൊരു മലക്കുകൾ രേഖപ്പെടുത്തിയിട്ടല്ലാതെ എനിക്കത് ഉച്ചരിക്കാൻ കഴിയില്ല. എന്റെ നാവിൽ നിന്ന് പുറത്തു വരുന്ന ഓരോ വാക്കുകളും, നിങ്ങളുടെ ഓരോരുത്തരുടെയും നാവിൽ നിന്ന് ഉച്ചരിക്കുന്ന ഓരോ വാക്കുകളും രണ്ടാലൊരു മലക്ക് രേഖപ്പെടുത്താതിരിക്കുകയില്ല. നിങ്ങളൊരു വാക്കും ഉച്ചരിക്കുന്നില്ല, അതൊക്കെയും റഖീബ് അതീദ് എന്ന രണ്ടാലൊരു മലക്ക് രേഖപ്പെടുത്താതെ. അതൊക്കെ നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും നിഷേധിക്കാൻ കഴിയാത്ത രേഖയായി ഗ്രന്ഥരൂപത്തിൽ എന്റെ കയ്യിൽ നൽകും. എന്റെ കർമ്മരേഖയിൽ അന്തിമമായ എന്റെ രക്ഷാശിക്ഷകൾ നിർണയിക്കുമ്പോ എന്റെ വർത്തമാനങ്ങൾ എന്റെ മീസാനുൽ സയ്യിആത്തിന്റെ ഭാരം വർദ്ധിപ്പിക്കുന്നതാകരുത്, അവക്കയും എന്റെ മീസാനുൽ ഹസനാത്തിന്റെ ഭാരം വർദ്ധിപ്പിക്കുന്നതായിരിക്കണം. എന്റെ ഓരോ വാക്കും രേഖപ്പെടുത്തി വെക്കുന്നുണ്ടെന്ന ബോധം എന്റെ വർത്തമാനത്തെ സ്വാധീനിക്കണം, എന്റെ സംസാരത്തെ സ്വാധീനിക്കണം. നാളെ എന്റെ രക്ഷാശിക്ഷകൾ നിർണയിക്കപ്പെടുന്നിടത്ത് എന്റെ സംസാരം വളരെ വലിയ പങ്ക് വഹിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഒരു വശത്ത് സദീദല്ലാത്ത കൗലുകൾ നാളെ എനിക്ക് വിനയായി തീരും, അതെന്റെ നരകപ്രവേശനത്തിന് കാരണമായി തീരുമെന്ന ഭയം. മറുവശത്ത് നല്ല വർത്തമാനമാണെങ്കിൽ, പടച്ചവൻ തൃപ്തിപ്പെട്ട മർലിയല്ലില്ല, അള്ളാഹുവിന് തൃപ്തികരമായ സംസാരമാണെങ്കിൽ, ഹക്കൻ വൈറ ബാത്തിൽ, സത്യം ബാത്തിലുകളല്ലാത്ത, കള്ളമല്ലാത്ത, പൊടിയല്ലാത്ത സത്യവചനങ്ങൾ മാത്രമാണെങ്കിൽ നാളെ അതെന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ മീസാനുൽ ഹസനാത്തിന്റെ ഭാരം വർദ്ധിപ്പിക്കാൻ അത് സഹായകരമായിരിക്കും എന്ന പ്രതീക്ഷയും. ഇത് രണ്ടും നമ്മുടെ സംസാരത്തെ സ്വാധീനിക്കേണ്ട ഘടകങ്ങളാണ്. നമുക്കറിയാമല്ലോ, ദീനുൽ ഇസ്ലാമിന് മനുഷ്യനോട് പറയാനുള്ള സന്ദേശങ്ങളുടെ ആകത്തുക എന്ന് പറയുന്നത് ഇത്തഖുല്ലാഹ്, നിങ്ങൾ മുത്തഖികളായി തീരണം എന്നതാണ്. അള്ളാഹുവിന് നിങ്ങൾ കീഴ്പ്പെടണം, റബ്ബുദുല്ലാഹ് എന്ന് മറ്റൊരു ഭാഷയിൽ അതും പറയുന്നുണ്ട്. ഈ തഖ്വ ഉണ്ടാകണമെങ്കിൽ, മുത്തഖിയായി തീരണമെങ്കിൽ എന്റെ സംസാരം സദീദാവുക എന്നത് അതിന്റെ അനിവാര്യമായ ഉപാധിയാണ് എന്ന ബോധ്യവും നമുക്കുണ്ടാകണം. നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ലക്ഷ്യമുണ്ടല്ലോ, പരമമായ ലക്ഷ്യമുണ്ടല്ലോ, പടച്ചവന്റെ പ്രീതിയും അള്ളാഹുവിന്റെ സ്വർഗവും. അത് ലഭിക്കുക എന്നതാണല്ലോ ആ സ്വർഗത്തിൽ, പടച്ചവന്റെ സ്വർഗത്തിൽ റസൂലുള്ളാഹിന്റെ സാമീപ്യം ഞാനും നിങ്ങളുമൊക്കെ ഏറെ കൊതിക്കുന്നതാണ്, ഏറെ ആഗ്രഹിക്കുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
ജാബിർ അലൈഹിസ്സലാമിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണുന്നുണ്ട്, ഇന്ന മിൻ അഹബ്ബിക്കും ഇലയ്യ വ അഖ്റബിക്കും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമ അഹാസിനുക്കും ഖുലുഖ അഖ്ലാഖ. നാളെ നിങ്ങളുടെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ, നാളെ പരലോകത്ത് എന്നോട് ഏറ്റവും അടുത്ത് നിൽക്കാൻ ഭാഗ്യം ലഭിക്കുന്നവർ, എന്റെ ചാരത്ത് സാമീപ്യം സിദ്ധിക്കുന്നവർ, അഹ്സനുഹും അഖ്ലാഖ, നിങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളവനാണ്. നാളെ എനിക്ക് ഏറ്റവും വെറുക്കപ്പെട്ടവർ, അന്ത്യദിനത്തിൽ എനിക്ക് ഏറ്റവും വെറുക്കപ്പെട്ടവർ, എന്നോട് ഏറ്റവും അകന്നു കഴിയാൻ നിർഭാഗ്യം സിദ്ധിക്കുന്നവർ, അസ്സർസാറൂൻ. ആ വാക്ക് പോലെ തന്നെയാണ് അതിന്റെ അർത്ഥം. സറസറ എന്ന് വർത്തമാനം പറയുന്നവർ, ധാരാളമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നവർ. എപ്പോ നോക്കിയാലും മൂപ്പര കയ്യിലായിരിക്കും മൈക്ക്. പ്രിയമുള്ളവരെ, നമ്മുടെ ഒരു ദിവസത്തെ സംസാരം നമ്മൾ ആലോചിച്ച് നോക്കുക. ഒരു ദിവസം നമ്മൾ സംസാരിച്ചു കൂട്ടുന്നത് അതൊക്കെ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ എത്ര MB വേണ്ടി വരും, അല്ലെങ്കിൽ എത്ര GB വേണ്ടി വരും അത് സേവ് ചെയ്യാൻ. നിങ്ങൾ ആലോചിച്ച് നോക്കുക. നമ്മൾ ഒരു ദിവസം രാവിലെ മുതൽ ഉറങ്ങാൻ കിടക്കുന്നത് വരെ പറയുന്ന വർത്തമാനങ്ങൾ മുഴുവനും അതൊക്കെ വീണ്ടും നമ്മളൊന്ന് കേട്ടു നോക്കിയാൽ നമുക്ക് തന്നെ ലജ്ജ തോന്നും. അപ്പൊ അസ്സർസാറുൻ, ധാരാളമായി സംസാരിക്കുന്നവർ, റസൂലുള്ളാഹിന്റെ സാമീപ്യത്തിന് അർഹതയില്ലാത്തവരുടെ ലിസ്റ്റിലാണ് പ്രവാചകൻ പറയുന്നത്. വൽ മുത്തശദ്ദിഖൂൻ, സംസാരിക്കുമ്പോൾ സ്വന്തം ബമ്പത്തരം പ്രകടിപ്പിക്കുന്നവർ, ഞാനെന്ന് പറയാതെ ഒരു വർത്തമാനം പൂർത്തീകരിക്കാൻ സാധിക്കാത്തവർ. വൽ മുത്തനത്യഹൂൻ, കെട്ടിച്ചമച്ച് സംസാരിക്കുന്നവർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ മുന്നറിയിപ്പ് നൽകിയതാണ്. ഖലഖൽ മുത്തനത്യഹൂൻ ഖാലഹാ സലാസ, കെട്ടിച്ചമച്ച് സംസാരിക്കുന്നവർ നശിക്കട്ടെ. മറ്റൊരു ഭാഗത്ത് പറയുന്നത് വൈലുൽ ലിമൻ യുഹദ്ദിസു ഫയക്ദിബു ലിയുഹിക ബിഹിൽ ഖൗമ വൈലുൽ ലഹു. ആളുകളെ ചിരിക്കാൻ വേണ്ടി കെട്ടിച്ചമച്ച് സംസാരിക്കുക, നുണ പറയുക, തെറ്റായ വർത്തമാനങ്ങൾ നടത്തുക, അവർക്ക് നാശം എന്ന്. നമ്മുടെ ആരാധനകളൊക്കെ ഒരു വശത്ത് ഭംഗിയായി മുന്നോട്ട് പോകുമ്പോഴും നമ്മുടെ സംസാരത്തിൽ സൂക്ഷ്മത പാലിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ പലപ്പോഴും ആ ആരാധനകൾ പോലും നമുക്ക് പ്രയോജനപ്പെടേണ്ടിടത്ത് ഉപകാരപ്പെടുകയില്ല എന്ന ഗൗരവപ്പെട്ട ഒരു നിർദ്ദേശം പ്രവാചകൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു സ്ത്രീയെ കുറിച്ച് റസൂലുള്ളാഹിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ടല്ലോ, ഇന്ന ഫുലാനതൻ തുദ്കറു മിൻ കസറത്തിൻ സ്വലാത്തിഹാ വസിയാമിഹാ വസദഖാതിഹാ വൈറ അന്നഹാ തുദി ജീറനിഹാ ബിലിസാനിഹാ. ധാരാളമായി നമസ്കരിക്കുന്ന, ഫർള് മാത്രമല്ല സുന്നത്തുകൾ നിസ്കരിക്കും, ധാരാളമായി നോമ്പെടുക്കുന്ന, റമദാനിൽ മാത്രമല്ല സുന്നത്ത് നോമ്പുകളും അനുഷ്ഠിക്കുന്ന, സക്കാത്തിന് പുറമെ സദഖകൾ നൽകുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ച് റസൂലുള്ളാഹിന്റെ മുമ്പിൽ പറയപ്പെടുകയാണ്. എന്താണ് അവർക്കുള്ള പ്രശ്നം? അയൽവാസിയെ സംബന്ധിച്ച്, അയൽവാസിയെ കുറിച്ച് മോശമായി അവർ സംസാരിക്കും എന്ന് പറഞ്ഞാൽ അവരുടെ നാവിൽ നിന്നും അയൽവാസികൾ നിർഭയരല്ല. അവരുടെ നാവിന്റെ ദോഷത്തിൽ നിന്ന്, ദ്രോഹത്തിൽ നിന്നും അയൽവാസികൾ നിർഭയരല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൽപ്പം പോലും ആലോചിച്ച് നിൽക്കാതെ ആ സ്ത്രീയെ കുറിച്ച് പറഞ്ഞത് ഹിയ ഫിന്നാർ, അവൾ നരകത്തിലാണ് എന്നാണ്. അപ്പൊ ഞാൻ പറയുന്നത്, ആരാധനകളിൽ മാത്രം തൃപ്തികരമായ അവസ്ഥ കൊണ്ട് ഒരു മനുഷ്യൻ രക്ഷപ്പെടുകയില്ല. തഖ്വയുടെ താല്പര്യമായി ജീവിതത്തിൽ ഉടനീളം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കീഴ്പ്പെട്ടും അവന് വഴിപ്പെട്ടും ആ തഖ്വയുടെ താല്പര്യത്തിനനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നിടത്താണ് പ്രിയമുള്ളവരെ നമ്മുടെ ദുനിയാവ് മെച്ചപ്പെടുകയുള്ളൂ, നാളെ ആഖിറം രക്ഷപ്പെടുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വയുടെ അനിവാര്യ താല്പര്യമായി ഖുർആൻ പരിചയപ്പെടുത്തിയ നമ്മുടെയൊക്കെ വർത്തമാനങ്ങളെ സദീദായ സംസാരങ്ങളായി നിലനിർത്തിക്കൊണ്ടു പോകാൻ നാളെ അന്ത്യദിനത്തിൽ നമ്മുടെയൊക്കെ രക്ഷാശിക്ഷകൾ തീരുമാനിക്കുമ്പോൾ നിർണയിക്കുന്ന വേളയിൽ നമ്മുടെ മീസാനുൽ ഹസനാത്തിന്റെ ഭാരം വർദ്ധിപ്പിക്കുന്ന സംസാരങ്ങൾ ധാരാളമായി ഉണ്ടാവുകയും മീസാനുൽ സയ്യിആത്തിന്റെ ഭാരം വർദ്ധിപ്പിക്കുന്ന തെറ്റായ നല്ലതല്ലാത്ത വർത്തമാനങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും.